എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സുബാക്കി ആയിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ ഒരു സാമുറായുമായിട്ട് സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ പവർഫുൾ സാമുറായുമായിട്ട് ട്രെയിനിങ് എടുത്ത് തളർന്ന് അങ്ങനെ ഇരിക്കും. അതിനാ സാമുറായി പറയും, നീ നന്നായിട്ട് പ്രൂഡ് ആയിട്ടുണ്ട്, ഇതുപോലെ തന്നെ നീ മുൻപോട്ടേക്ക് ട്രെയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് എന്നെക്കാളും നല്ലൊരു സാമുറായി തീരാനായിട്ട് കഴിയും. അത് കേട്ട് അവളാണെങ്കിൽ ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സാമുറായി ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടും. അവൾ ആ കയ്യിലേക്ക് നോക്കും, ഒരുപാട് തഴമ്പുകൾ അത് ആ കയ്യിൽ പറ്റിയിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നല്ല ഫുഡിന്റെ സ്മെല്ലടിച്ച് അവർ രണ്ടുപേരും കഴിക്കാനായിട്ട് അങ്ങനെ നടന്നു പോവാണ്. അടുത്ത നിമിഷം സുബാക്കി അവൾ ഞെട്ടി എഴുന്നേക്കും. സുബാക്കി ആണെങ്കിൽ അവളുടെ പഴയ കാലം അത് ഓർത്തതാണ്. അടുത്ത നിമിഷം വസാബിയും ടീമും അവളുടെ അടുത്തേക്ക് വന്ന് അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിൽ ഒരാൾക്ക് നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റി അങ്ങനെ കിടക്കുകയാണ്. ആളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണ് അവരിപ്പോൾ അവിടേക്ക് വന്നത്. സുബാക്കി ആണെങ്കിൽ അവനോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് സത്യത്തിൽ പറ്റിയത്? അതിനവനാണെങ്കിൽ ടെൻഷനായി പേടിച്ച് അവരെ 3 പേരെ മാറി മാറി നോക്കും. അടുത്ത നിമിഷം സുബാക്കിയുടെ കയ്യിലുള്ള സ്ക്വാഡ് കണ്ട് പേടിച്ച് അവൻ ഒച്ചത്തിൽ നിലവിളിച്ച് സാമുറായി എന്നൊക്കെ വിളിച്ച് കൂവാണ്. നേഴ്സ് ആണെങ്കിൽ ശബ്ദം കേട്ട് ഓടി അകത്തേക്ക് വരും. അതിനുശേഷം വസാബിയാൻ ടീമിനെ പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ആള് വളരെ ടെൻഷനിലാണ്. ഇപ്പോ നിങ്ങൾ ഇവിടുന്ന് പോണം. സുബാക്കി ആണെങ്കിൽ അവളുടെ ടീംമേറ്റ്സിനോട് പറയും, അവനെ ഏതോ ഒരു സാമുറായിയാണ് അറ്റാക്ക് ചെയ്തത്. എൻ്റെ സാമുറായി സ്ക്വാഡ് കൊണ്ടാണ് അവൻ പേടിച്ചതെന്ന് പറഞ്ഞ് ഫൈറ്റ് ഉണ്ടായ ആ സ്ഥലത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നും. അവിടെ ഒരുപാട് മുളകളൊക്കെ വളരെ ഷാർപ്പായിട്ട് വെട്ടിയത് അവൾ കാണും. ആ ഒരു കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവളുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു സാമുറായി, അവൻ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സാമുറായാണ്. അവരുടെ സ്പെഷ്യൽ സ്ക്വാഡ് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അവനറിയാം. അവനാണ് ഇതുപോലെ മുളകൾ വളരെ ഷാർപ്പും ഡീപ്പും ആയിട്ട് വെട്ടിയെറിയുക. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സുബാക്കി ആണെങ്കിൽ ആ ഒരു സാമുറായോട് പറയും, തീർച്ചയായിട്ടും ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ പോകുന്ന വലിയ കോമ്പറ്റീഷനിൽ നിങ്ങൾ തന്നെ ജയിക്കും. ആ സ്പെഷ്യൽ സ്ക്വാഡ് അത് നിങ്ങൾ സ്വന്തമാക്കുമെന്ന് പറയും. അതിന് സാമുറായി പറയും, ഞാൻ തുടക്കത്തിൽ ലോർഡ് മിഫിനെ ആളാണ് ആ സ്ക്വാഡ് ആദ്യമായിട്ട് ഉപയോഗിച്ച് ഓരോ സാധനങ്ങൾ അത് വെട്ടിയെറിയുന്നതായിട്ട് കണ്ടത്. അന്നു മുതലാണ് ഈ ഒരു ഇതിനോടും ആ ഒരു സ്ക്വാഡിനോടും എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ തന്നെ അത് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായത്. അതിനുശേഷം ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ഏറ്റവും വലിയ ലക്ഷ്യം അദ്ദേഹത്തെ പോലായി തീരുക എന്നതാണ്. ആ ഒരു സ്ക്വാഡ് നേടി എനിക്ക് നല്ലൊരു മിഫിനെ പോലെ നല്ലൊരു സാമുറായി തീരണം. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. സുബാക്കി ആണെങ്കിൽ ആ ഒരു മുളയുടെ വെട്ടിയ പീസ് അതെടുത്ത് ഉള്ള ഭാഗത്തോട് ചേർത്ത് വെക്കുകയാണ്. അതാണെങ്കിൽ അവളുടെ ഫ്രണ്ട് സാമുറായി അവൻ കട്ട് ചെയ്യുന്നത് പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോട്ടീസ് ചെയ്തതിന് ശേഷം വസാബി ടീമുമായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഫുഡ് കഴിക്കുകയാണ്. വസാബി ആണെങ്കിൽ ടെൻഷനായിട്ട് തീർത്തു പറയും, എത്രയും വേഗം ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്തണം. അവർ വലിയൊരു കൊള്ളസംഘമാണ്. അവര് ഇതുപോലുള്ള കൊള്ളകൾ അത് നടത്താനായിട്ട് പാടില്ല. ഉടനെ അവൾ പറയും, എനിക്കതിനു മുൻപ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ മാസ്റ്ററാണ്. അത് കേട്ട് അവർ രണ്ടുപേരും ഷോക്കാവും. എൻ്റെ മാസ്റ്റർ സത്യത്തിൽ വളരെ ജീനിയസ് പേഴ്സണാണ്. പക്ഷേ ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ആളുടെ മൈൻഡ് ഡൈവേർട്ടായി ആൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഞങ്ങളുടെ ആ ലെജൻഡറി സ്ക്വാഡായിരുന്നു. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അത് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ ലോർഡ് മിഫിനയുടെ ആ ഒരു ലെജൻഡറി സ്ക്വാഡ് അത് അദ്ദേഹം മോഷ്ടിച്ചു. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ആൾ കൊന്നു തള്ളി. സാബിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ സുബാക്കിയോട് ചോദിക്കും, നിന്നെ കൊണ്ട് ആളോട് ഫൈറ്റ് ചെയ്യാൻ കഴിയോ? അതിനവൾ പറയും, തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത് ആളെ തോൽപ്പിക്കും. അതെന്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നൈറ്റ് മുഴുവൻ ട്രെയിനിങ് എടുക്കും. കട്ട് ചെയ്ത ഇപ്പം നെക്സ്റ്റ് ഡേ ആരോ ഒരാൾ എന്തൊക്കെയോ സാധനങ്ങളുമായിട്ട് കാട്ടിലൂടെ നടന്നു പോവാണ്. അടുത്ത നിമിഷം ഒരു കൊള്ളക്കൂട്ടം അവരാണെങ്കിൽ അവനെ റൗണ്ട് ചെയ്യേണ്ട താമസം നാമുടെ അവിടേക്ക് ചാടി വീണ് അവളുടെ എക്കോ പവർ ഉപയോഗിക്കും. അവിടേക്ക് ആ ഒരാളുടെ രൂപത്തിൽ വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വസാബി. അടുത്ത നിമിഷം ആ ഒരു സാമുറായി അവരുടെ ഇടയിലേക്ക് നടന്നു വരികയാണ്. സുബാക്കി ആണെങ്കിൽ അവനെ കണ്ട് ഒരു നിമിഷം ഞെട്ടും. സാമുറായി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഓ നീ ഇവിടേക്ക് എത്തിയോ? എന്നെ തകർക്കാൻ ഇവരോടൊപ്പം നീയാണോ ഇവിടേക്ക് വന്നേ? അന്ന് ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടു, അത് വലിയ തെറ്റായിപ്പോയി. ഇപ്പൊ തീർച്ചയായിട്ടും ആ തെറ്റ് ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് കയ്യിലെടുക്കും. വസാബി ആണെങ്കിൽ വിളിച്ചു പറയും, സുബാക്കി മാസ്റ്ററിന്റെ കാര്യം അത് നീ നോക്ക്, ബാക്കിയുള്ളവരെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് വസാബി നാമിഡയോ ആണെങ്കിൽ ബാക്കിയുള്ള കൊള്ളക്കാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ ലെജൻഡറി സ്ക്വാഡ് അത് കയ്യിലെടുക്കും. അതിൽ എക്സ്ട്രാ പവറൊക്കെ അവൻ ആഡ് ചെയ്ത് ഇപ്പൊ സുബാക്കിയെ അറഞ്ച പുറഞ്ച ആഞ്ഞു വെട്ടുകയാണ്. സുബാക്കിയാണെങ്കിൽ അവളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാതെ
എല്ലാ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അവസാനത്തെ അറ്റാക്കിൽ അവൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയാണ്. കാര്യം കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയ നാമിഡ അവളാണെങ്കിൽ അവളുടെ എക്കോ പവർ ഉപയോഗിച്ച് മാസ്റ്ററിനെ ദൂരേക്ക് തെറിപ്പിക്കും. പക്ഷെ സുബാക്കിയുമായിട്ട് ഇപ്പോൾ ഒരു സേഫായ സ്ഥലത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, സുബാക്കി നിനക്ക് എന്താ പറ്റിയേ? ഇത്രയും പവർഫുൾ ആയ ഒരു സാമുറായി അല്ലേ, നീ എന്തുകൊണ്ട് നിന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനോട് ഫൈറ്റ് ചെയ്തില്ല? അതിന് സുബാക്കി ആണെങ്കിൽ ഒന്നും പറയാതെ താഴ്ത്തി പിടിച്ചിരിക്കും. അതിനുശേഷം അവളുടെ സ്ക്വാഡ് എടുത്ത് അവൾ മുൻപിലേക്ക് വെക്കുകയാണ്. അവൾ പതിഞ്ഞ സ്വരത്തിൽ അവരോട് പറയും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഈ ഒരു മിഷനിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യുകയാണ്. കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ കൊല്ലാനായിട്ട് കഴിയില്ല. എൻ്റെ മാസ്റ്ററിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മാസ്റ്റർ അദ്ദേഹം ഇങ്ങനെയായി തീരാനുള്ള കാരണക്കാരി അത് ഞാനാണെന്ന് പറഞ്ഞ് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. കട്ട് ചെയ്ത ബാക്കില് അവരുടെ ഫൈനൽ ബാറ്റിൽ കാണിക്കും. ഫൈനൽ ബാറ്റിൽ അവളുടെ മാസ്റ്ററും അവളും അവർ രണ്ടുപേരുമാണ് ലാസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുക. മാസ്റ്റർ ആണെങ്കിൽ വളരെ മൈൽഡായിട്ട് സുബാക്കിയോട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം സുബാക്കിയോട് പറയും, എനിക്കിതിനെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ലെജൻഡറി സ്ക്വാഡ് അതെൻ്റെ ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് തോറ്റ് പിന്മാറാനായിട്ട് പറയും. പക്ഷെ സുബാക്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ ഫൈറ്റുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവന്റെ ശ്രദ്ധ തെറ്റിയ ഗ്യാപ്പിൽ അവനെ തന്നെ ആഞ്ഞടിച്ച് അങ്ങനെ തോൽപ്പിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ആ ഒരു തോൽവി അത് ഏറ്റുവാങ്ങാനായിട്ട് കഴിയില്ല. വലിയൊരു അപമാനം അതെല്ലാം തന്നെ അവനോട് തന്നെ തോന്നുകയാണ്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം അതൊറ്റ നിമിഷങ്ങൾ കൊണ്ട് അവന് നഷ്ടമായി. അവള് പറയും, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അന്ന് ആ മിഷനിൽ തോറ്റതിന് ശേഷമാണ് അദ്ദേഹം ഇതുപോലെ ചേഞ്ചായി തീർന്നത്. നമ്മുടെ ആണെങ്കിൽ അവളോട് ചോദിക്കും, സത്യത്തിൽ നീ ഒരു മിഷനിൽ നിന്ന് പിന്മാറുകയാണോ? അതിന് അവൾ പറയും, അതെ, എന്നെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് വസാബി അവളുടെ കൈ പിടിച്ച് പറയും, തീർച്ചയായിട്ടും ഈ മിഷൻ അത് നീ തന്നെ ചെയ്യണം. നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തെ തിരുത്താനും ലൈഫിലേക്ക് കൊണ്ടുവരാനും നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇപ്പൊ നീ പിന്തിരിഞ്ഞ അദ്ദേഹം വീണ്ടും ബാഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ഇതിലെ ഏറ്റവും നല്ല സാമുറായി ആണ് നീ. നിനക്ക് സ്ട്രോങ് ആയി മാറാനുള്ള ഏറ്റവും ആഗ്രഹം. സോ അതിന് പറ്റിയ അവസരം അതിതാണ്. അന്ന് നീ അറിയാതെ നിന്റെ മാസ്റ്ററിനെ തെറ്റിലേക്ക് തള്ളിവിട്ടു. സോ ഇന്ന് അദ്ദേഹത്തെ തിരുത്താൻ നിനക്ക് കിട്ടിയ ഏക അവസരം അതിതാണ്. ഇതൊരു കാരണവശാലും നീ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിന്ന് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ തിരികെ പിടിക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്കും മനസ്സിൽ എന്തൊക്കെയോ തോന്നും. അടുത്ത നിമിഷം അവളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കൊള്ളക്കാരാണെങ്കിൽ സാമുറായി മാസ്റ്ററിനോട് പറയും, ലീഫ് വില്ലേജിലുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞു. സോ എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിനാ മാസ്റ്റർ പറയും, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ തുടരാൻ കഴിയില്ല. എനിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. അവനത് പറയേണ്ട താമസം നാമിഡ അവിടേക്ക് വന്ന് അവരുമായിട്ട് പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. ഉടനെ സുബാക്കി ആണെങ്കിൽ അവളുടെ മാസ്റ്ററിന്റെ മുൻപിലേക്ക് വരികയാണ്. ഓ, നീ വീണ്ടും എന്റെ മുൻപിലേക്ക് വന്നോ? നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു തവണ നീ എന്നോട് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ട് ഇവിടുന്ന് പോയതല്ലേ? ഓൾറെഡി ഒരുപാട് പേരെ കൊന്നും ഒരുപാട് സ്ട്രെങ്ത്തും പണമൊക്കെ സമ്പാദിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നിനക്കെന്നല്ല ആർക്കും വഴിയിൽ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് അവനങ്ങനെ അഹങ്കാരത്തോടു കൂടെ പറയും. അതിന് അവളാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഇല്ലാതെ അവന്റെ സ്ക്വാഡ് കയ്യിലേന്തി ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ ഊരി അവൾക്ക് നേരെ ചാടി വരും. അത് കണ്ട് അവളും അവളുടെ സ്ക്വാഡ് ഊരി വലിയൊരു പവർ അവന് നേരെ അയക്കും. ആ ഒരു പവറിൽ അവിടെ വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ ക്രിയേറ്റ് ആവും. പക്ഷെ അവനാണെങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് രക്ഷപ്പെട്ട് അവളുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ അവളോട് പറയും, അന്ന് നീ എന്നെ തോൽപ്പിച്ചു, ഇന്ന് തീർച്ചയായിട്ടും തോൽവി അത് നിനക്കായിരിക്കും. അതിനവള് പറയും, ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിന് വാക്ക് കൊടുത്തു കഴിഞ്ഞു, നിന്നെ തോൽപ്പിക്കുമെന്നും നിന്നെ പിടിച്ചടക്കുമെന്നും. ഒരു കാരണവശാലും ഇനി തെറ്റുകളിലേക്ക് പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. എൻ്റെ സ്ക്വാഡിൽ രക്തം കൊണ്ട് ഒരുപാട് കറകൾ പറ്റിയിരിക്കുകയാണ്. ആ കറ അതെനിക്ക് തുടച്ചു നീക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് അവൾ അവനെ ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടില് അവൻ തകർന്ന് താഴെ വീഴും. അവളാണെങ്കിൽ ഓടി വന്ന് അവളുടെ മാസ്റ്ററിനെ അങ്ങനെ താങ്ങി എടുക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവളുടെ മാസ്റ്റർ മരണപ്പെടുകയാണ്. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ ഇരിക്കും. പറ്റി അവളെയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് അങ്ങനെ തൂക്കിയെടുത്ത് തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവരും. വസാബിയും നാമിഡയും അവർ രണ്ടുപേരും പറയും, സത്യത്തിൽ നീ ഒരു അടിപൊളി സാമുറായാണ്. നമ്മുടെ ടീമിൽ തന്നെ ഏറ്റവും പവർഫുൾ അത് നീയാണെന്ന് പറയും. അത് കേട്ട് അവൾ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.